ഹായ് നമസ്കാരം, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ ചെയ്യുന്നത്. ഇന്ന് നമ്മളൊരു ചെറിയൊരു യാത്ര പോവുകയാണേ. നമ്മളിന്ന് തെങ്കാശിയിലെ സൂര്യകാന്തി തോട്ടം കാണാൻ പോവുകയാണേ. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാട്ടോ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് കൂടിയേക്കണേ. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുമ്പോൾ നമ്മളിന്ന് കാലത്ത് എഴുന്നേറ്റ് പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാലത്ത് എഴുന്നേറ്റ് ഇങ്ങ് പോന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബാലരാമപുരത്തു നിന്നാണ് യാത്ര തുടങ്ങിയത്. ഇപ്പോൾ നമ്മളിത് കാട്ടാക്കടയിലുള്ള വിസ്മയ റെസ്റ്റോറൻറ്റിലെത്തിയിട്ട് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. അപ്പോൾ നമ്മൾ അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചത്, നെയ് റോസ്റ്റൊക്കെയാണ് കേട്ടോ അന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത്. ഇവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. മാത്രമല്ല ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറേ പാർക്കൊക്കെ ഉണ്ട്. പിന്നെ കുറേ പക്ഷികളൊക്കെ നമുക്കിവിടെ കാണാം, എമൂനെയും പിന്നെ പലതരത്തിലുള്ള തത്തകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. കുട്ടികളൊക്കെ കൊണ്ടുവരുന്നവരാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും. കാലത്തെ തന്നെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല നീറ്റായിട്ട് തന്നെയുണ്ട്. നമുക്ക് ബേഡ് സ്മെല്ലൊന്നുമില്ല. വൈകിട്ട് ഇങ്ങനെയല്ല കേട്ടോ, വൈകിട്ട് നല്ല തിരക്കാണ് ഇവിടെ. ഞങ്ങൾ തിരിച്ചു വന്നപ്പം ഇവിടെ തന്നെ ഫുഡ് കഴിച്ചത്. അപ്പോൾ എന്താ പറയുക, ക്യൂ നിന്നിട്ട് വേണം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് വിശ്രമിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇനി നമുക്ക് അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അതിമനോഹരമായ റോഡിലൂടെയുള്ള യാത്രയാട്ടോ. കാണാൻ തന്നെ മനസ്സിൽ കുളിർമയേകുന്ന റോഡുകളൊക്കെ ഇനി എത്താൻ പോകുന്നതേ ഉള്ളൂ. നമുക്കതെല്ലാം കാണാം. അപ്പോൾ നമ്മളിപ്പം തിരുവനന്തപുരത്ത് നിന്ന് പുനലൂർ തെന്മല വഴി ചെങ്കോട്ടയിലെത്തിയിട്ട് അവിടെ നിന്ന് തെങ്കാശിയിലേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് സുന്ദരപാണ്ഡ്യപുരത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ സുന്ദരപാണ്ഡ്യപുരത്താണ് സൂര്യകാന്തി തോട്ടങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ കാലത്തെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം തിരക്കൊന്നുമില്ല. ഈ ഒരു റൂട്ട് എന്ന് പറയുമ്പം ഒരു എന്താ പറയുക, ഒരു കാട്ടിൽ കൂടെ പോകുന്ന ഒരു ഫീലാണ്. ഒത്തിരി വളവും കയറ്റും ഇറക്കൊക്കെ ഉള്ള ഒരു റോഡാണ്. പതുക്കെ പോയാൽ മതി. പിന്നെ റോഡ് നല്ല വീതിയൊക്കെ ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. ഇത് പൈനാപ്പിളാണ് കേട്ടോ കൃഷി ചെയ്തിരിക്കുന്നത്. കുറച്ച് സ്ഥലത്ത് ഇതുപോലെ പൈനാപ്പിളൊക്കെ കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയൊക്കെ കൂടുതലും റബ്ബർ തോട്ടങ്ങളായിട്ടാണ്. നിറയെ റബ്ബർ തോട്ടങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോഴേ കാടിൻ്റെയൊക്കെ നടുവിലൂടെ പോകുന്നൊരു ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ ഫീലല്ല കേട്ടോ, കാട് തന്നെയാണ്. ഇനി അങ്ങോട്ട് പോകും തോറും ആ കാടിൻ്റെ ഒരു അളവ് ഇങ്ങനെ കൂടി വരും. കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം നേരെ വെളുത്തിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. നമ്മളിങ്ങനെ പോകുന്തോറും വീടുകളുടെ ഇതൊക്കെ കുറയും. പിന്നെ രണ്ട് സൈഡും നല്ല കാടായിരിക്കും. നല്ല രസമാണ് കേട്ടോ. യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റൂട്ടിലൂടെയുള്ള യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ബോറടിക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ തോന്നും. നല്ല ഭംഗിയാണ് ചുറ്റുപാടും കാണാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഇതുപോലെ ചായത്തട്ടൊക്കെ ഉണ്ട്. നമ്മൾ ചായയൊക്കെ കുടിച്ചു ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ഇറങ്ങിയതാണേ. അപ്പോൾ എൻ്റെ ചുറ്റുപാടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ പക്ക കാടാട്ടോ. അതിനുള്ളിലൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഇതിനിടയിൽ കുറേ സ്ഥലത്ത് നിർത്തി കയറാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന വഴി നമുക്ക് അവിടെ ആയിട്ട് നമുക്ക് എല്ലായിടത്തും നിർത്താൻ പറ്റില്ല. അമ്മയൊക്കെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും നിർത്തി കയറാനൊന്നും പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നിർത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് മറ്റേ കുളത്തപ്പുഴ എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇതുപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് ഇറങ്ങിപ്പോയി. കുറേ നേരം നിന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി മാത്രം ഒന്ന് വന്നു. ഇവിടെ നിറയെ ആളുകൾ വന്ന് കുളിക്കാനൊക്കെ ആയിട്ട് വന്നത്. എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിലൊക്കെ വന്നിട്ട് പോകുന്നവരാവണം. അവിടെയൊക്കെ നിറയെ ആളുകളുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഇതിപ്പോൾ നമ്മുടെ ചെന്തുർണി ഡാമാട്ടോ. നമ്മൾ PSC പഠിക്കുന്നവരൊക്കെ ഈ ഒരു ഡാമിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ അത് അധികം വെള്ളമൊന്നുമില്ല കേട്ടോ. നമ്മളിതിന് കുറച്ചിങ്ങോട്ട് കയറി വന്നിട്ടാണ് ഇത് കാണാനുള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. മൊട്ട വെയിലാണേ. അപ്പം എന്താ നമ്മൾ തിരിച്ചു പോരുകയാണ്. കുറേ നേരം ഒന്നും നിന്നില്ല. നമുക്ക് നമ്മുടെ സൂര്യകാന്തി പാടം കാണാൻ പോകണ്ടേ. നല്ല വെയിലാണ് കേട്ടോ. ഇത്രത്തോളം ഒന്ന് കയറിയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. കുറച്ചും കൂടി പോകുന്നപ്പോൾ ഇതാ നമ്മുടെ കല്ലട ഇറിഗേഷൻ പദ്ധതി ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് തെന്മല ഡാമല്ലേ, അതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. വണ്ടി ഒതുക്കാനൊക്കെ നല്ല സ്ഥലമൊക്കെ ഉണ്ട്. വണ്ടി ഒതുക്കി നോക്കുമ്പോൾ വളരെ അടുത്ത ഇരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. പിന്നെയാണ് പണി മനസ്സിലായത്.
ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ദൂരം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് വണ്ടി ഒതുക്കുമ്പോൾ വിചാരിച്ചേ ഇല്ല ഇത്രയധികം നടക്കാനുണ്ടെന്ന്. അതിനുള്ളിൽ നമ്മൾ ഇവിടേക്ക് വേണ്ടി മാത്രമായിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല, വന്ന് കാണാനൊക്കെ പറ്റും. കുറച്ച് സമയം നടക്കാനും കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്, നമുക്ക് അവിടേക്ക് ഒന്ന് കണ്ട് നടക്കാനൊക്കെ പറ്റും. ഇത് നമ്മൾ അതിനായിട്ട് വന്നതല്ലല്ലോ, വേറെ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് വന്ന് ജസ്റ്റ് കാണുന്നിടത്തൊക്കെ ഒന്ന് ഇറങ്ങി നിർത്തി പോകുന്നതാണ്. അപ്പോൾ അമ്മയും കൂട്ടി വന്നതുള്ളത് കൊണ്ട് അമ്മയ്ക്കൊക്കെ നടക്കാൻ ഭയങ്കര കുറേ അധികം നടക്കാനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഡാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറാം. അതിൻ്റെ അപ്പുറത്താണ് വെള്ളം കെട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ ഒരു വഴിയൊക്കെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിലോട്ട് കയറി വരണം. അപ്പോൾ ഇതിൻ്റെ താഴെ എത്തിയപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും വയ്യാണ്ടായി. പിന്നെ നമ്മൾ മുകളിലോട്ടൊന്നും കയറാൻ നിന്നില്ല. ഇവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ ഭർത്താവും അമ്മയൊക്കെ ഒരു സൈഡിൽ ഇരിപ്പായി. അവരില്ല എന്ന് പറഞ്ഞു, ഞങ്ങളോട് വേണമെങ്കിൽ കയറി കണ്ടോളാൻ പറഞ്ഞു. പിന്നെ നമ്മളും വയ്യാണ്ടായി, അത്രത്തോളം ദൂരം ഇങ്ങ് നടന്നു. പിന്നെ അങ്ങ് കയറാൻ പോയില്ല. ഇവിടെ ഇതിൻ്റെ താഴെ വെച്ച് നമ്മൾ അവിടെ ഒരു സൈഡിൽ ഒതുങ്ങി കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ചിട്ട് പിന്നെയും തിരിച്ചിറങ്ങിയിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ അത്രത്തോളം ദൂരം നടക്കാനായിട്ട്. അപ്പോൾ ഇവിടേക്ക് വേണ്ടി മാത്രം പോവുകയാണെങ്കിൽ നിങ്ങൾ പോയാൽ മതി, അല്ലെങ്കിൽ ഇച്ചിരി പാടാണേ. പ്രത്യേകിച്ച് ഈ ഒരു വെയിലും കൂടി കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ വീണ്ടും അവിടെ അത്രയും പകുതി ഉപേക്ഷിച്ച് വീണ്ടും തിരികെ യാത്ര തുടർന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്നും കയറേണ്ട കാര്യമില്ല കേട്ടോ. ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വേറെ എവിടെ ഇറങ്ങണ്ട, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ വണ്ടിയിലിരുന്ന് ഇങ്ങനെ അങ്ങ് യാത്ര ചെയ്താൽ മതി. കണ്ടോ, സൈഡിലൊക്കെ വണ്ടികൾ നിർത്തി ഒത്തിരി സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാനുള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മൾ സൂര്യകാന്തി പാടത്തേക്ക് പോകാനുള്ള ഇതിൽ നമ്മൾ വേറെ എവിടെ നിർത്തിയില്ല, നേരെ അങ്ങ് പോവുകയാണ്. ഇവിടുത്തെ റോഡ് നല്ല റോഡാണ് കേട്ടോ, അത്യാവശ്യം വീതിയൊക്കെ ഉള്ള റോഡാണ്. പിന്നെ തിരിവും കയറ്റും ഇറക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിച്ച് പോയാൽ മതി. റോഡ് കംപ്ലൈൻ്റ് ഒന്നുമില്ല, നന്നായിട്ട് തന്നെ നമുക്ക് പോകാനായിട്ട് പറ്റും. നല്ല വീതിയുള്ള റോഡാണ്, നമുക്ക് കാണാനും കണ്ടിരിക്കാനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വിശപ്പൊക്കെ വന്നു തുടങ്ങി. ഇവിടെ ഒന്നും ഒരു ഹോട്ടലും ഇല്ല. അപ്പോൾ ഒരു ഇടയ്ക്ക് നമ്മളിതുപോലെ എവിടെയെങ്കിലും ഒരു സിറ്റിയിലൊക്കെ കയറും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ വീണ്ടും കാട്ടിലോട്ട് കയറുക ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴേ വിശപ്പൊക്കെ വെച്ചു തുടങ്ങി. പക്ഷേ ഇവിടെ ഒന്നും നമ്മളങ്ങനെ ഹോട്ടലുകളൊന്നും കണ്ടില്ല. ഇത് നമ്മൾ പാറയുടെ മുകളിൽ കൂടെയുള്ള പാറയൊക്കെ തുറന്നുണ്ടാക്കിയിട്ടുള്ള റെയിൽ പാത എന്നാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് വലിയ അറിവില്ല, അങ്ങനെയാണ് പറഞ്ഞത്. മുകളിൽ കൂടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ ലോറികൾ ഇപ്പം കുഴപ്പമില്ല, തിരിച്ചു വരാൻ നേരത്ത് കുറേ ലോറികൾ നിറയെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വണ്ടി വലിക്കാണ്ട് വരുന്നത് കണ്ട് പാവം തോന്നി കേട്ടോ. തിരിച്ചു വരുമ്പോഴാണ് അത് കൂടുതൽ കണ്ടിട്ട്. ഇപ്പം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, തിരിച്ചു വരുമ്പോൾ കയറി വരണ്ടേ. അപ്പോൾ നമ്മുടെ ട്രെയിൻ സൈഡിൽ കൂടെ ഇങ്ങനെ റെയിൽ പാളം മുകളിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു സൈഡിലൂടെ നമ്മൾ പോകുന്നു. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ ആളുകൾ നിർത്തിയിട്ട് വണ്ടി കൊതുക്കി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് വിശന്ന് കണ്ണ് കാണാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഹോട്ടലുകളൊന്നും കണ്ടില്ല. അപ്പം നമ്മൾ ഇവിടെ ഇതൊരു വീടിനോട് ചേർന്നുള്ളൊരു കടയാണ്, റെസ്റ്റോറൻറ്റ്, ഒരു ഹോട്ടലാണ്. അപ്പം നമ്മൾ ആദ്യം കണ്ടെടുത്ത് നിർത്തി ഫുഡ് കഴിച്ചു. പിന്നെയാണ് രസം, അത് കഴിഞ്ഞിട്ട് നിറയെ ഹോട്ടലുകളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. ഇതെന്താണെന്നറിയോ, ഇത് നമ്മുടെ വെള്ളച്ചാട്ടമാണ്, തെന്മല പാലരുവി വെള്ളച്ചാട്ടമില്ലേ, അത് കാണാൻ വന്നിരിക്കുന്ന തിരക്കാണ്. അപ്പോൾ നമ്മളിത് പുറത്തുനിന്ന് കണ്ടില്ല, അതിൻ്റെ കവാടത്തിൽ നമ്മളോട് പറഞ്ഞു നല്ല തിരക്കാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് കയറാനായിട്ട് പറ്റിയില്ല, തിരിച്ചു പോന്നു. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൂര്യകാന്തി പാടം കാണാനായിട്ട് പോകാൻ പറ്റില്ല, അത്രയും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറാണ്ട് തിരികെ പോന്നു. പിന്നെ വീണ്ടും യാത്ര തുടർന്നു. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നേരമായിട്ട് പറയാമല്ലോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടെന്ന്, വെറുതെ പറയാമല്ലോ കേട്ടോ. നമുക്കിങ്ങനെ കണ്ടിരുന്ന് പോകാനായിട്ട് തോന്നും. ഇതിൽ ബൈക്കിലൊക്കെ പോകുന്നവരുണ്ട് കേട്ടോ, അവർക്ക് ഒരു അടിപൊളിയായിരിക്കും ആ ഒരു ഫീൽ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈക്കിലൊക്കെ പോകാൻ. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെയൊന്നും താല്പര്യമില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ നിർത്തിയും കയറിയൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും അമ്മയുടെ പതുക്കെ തലയും വെച്ച് ചാടി ഇരുന്ന് തുടങ്ങി. എന്തായാലും നമുക്കെല്ലാവർക്കും ഈ ഒരു യാത്ര നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ തിരിച്ച് ഇരുട്ടുന്നതിന് മുൻപേ എങ്ങും ഇറങ്ങണം എന്നുണ്ടായിരുന്നു. ഇവിടെ അധികം റോഡ് സൈഡിൽ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റൊന്നും അധികം കണ്ടില്ല. അപ്പോൾ നമ്മൾ ഇരുട്ടുന്നതിന് മുൻപ് ഇറങ്ങണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ നല്ല വളവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ വണ്ടി നിർത്തി കാണാനുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ പറ്റുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മളെന്തായാലും വണ്ടി ഒന്നും നിർത്തിയില്ല. ഇപ്പം നമ്മൾ നമ്മുടെ തമിഴ്നാട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കാടിൻ്റെ നടുവിലൂടെയാണ് യാത്ര ചെയ്തത്. പക്ഷേ തമിഴ്നാട്ടിൽ കയറിക്കഴിഞ്ഞാൽ ഇതുപോലെ വിജനമായിട്ട് കിടക്കുന്ന കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ കുറേ കൃഷിയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ അവിടെ ഉള്ളതിനേക്കാളും കൂടുതൽ തെങ്ങൊക്കെ കൂടുതലായിട്ടും ഇവിടെയാണ് ഉള്ളതെന്ന് തോന്നുന്നു. നിറയെ തെങ്ങൊക്കെ കുറേ കണ്ടു.
അപ്പോൾ ഈ കാണുന്നത് എന്താണെന്നറിയോ, ഇത് അന്യൻപാറ എന്ന് പറയുന്ന നമ്മുടെ തമിഴ് സിനിമകൾ ഒരുപാട് ഷൂട്ട് ചെയ്ത സ്ഥലം എന്നാണ് പറഞ്ഞത്. അവിടെ ഒത്തിരി ആളുകൾ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മളിറങ്ങിയില്ല, മൊട്ട വെയിലാണ്, അവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ നേരെ പോകുന്നു നമ്മുടെ സൂര്യകാന്തി പാടം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൈഡിലൊക്കെ ഇതുപോലെ നദിയൊക്കെ ഉണ്ട്, നിറച്ചും പക്ഷികളുണ്ട്. നമ്മൾ ആദ്യം താറാവാന്നാണ് കരുതിയത്, താറാവൊന്നുമില്ല, നിറച്ചും വേറെ ഏതോ കറുത്ത കളറിൽ നിറയെ പക്ഷികളുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ, നമ്മുടെ പോത്താന്ന് ആദ്യം വിചാരിച്ചു. പോത്തല്ല, എരുമകളായിരുന്നു കൂടുതൽ കേട്ടോ. പോത്ത് 1-2 ഉണ്ടായിരുന്നല്ലോ, കൂടുതൽ എരുമകളായിരുന്നു. എൻ്റെ ഭർത്താവിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എവിടെ കണ്ടാലും കുറച്ച് നേരം നിർത്തി അതിനേക്ക് വേണ്ടി കണ്ടുവന്ന് ആസ്വദിച്ചിട്ടേ വണ്ടി പുറപ്പെടും. കുറേ ഉണ്ട്, 1000-കണക്കിന് എരുമകൾ ഇങ്ങനെ സൈഡിലിങ്ങനെ മേയാവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും നമ്മുടെ ഇവിടങ്ങളിലേക്ക് കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു. നമ്മളിതുപോലെ തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാൽ കാണുന്നത് ഏറ്റവും കൂടുതൽ ഇതുപോലെ കന്നുകാലികളെ നിറയെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നന്നായിട്ട് കൃഷി ചെയ്യുന്നവരാ പാവങ്ങൾ, നല്ല പൊട്ട വെയിലത്ത് നിന്നാണ് പണിയെടുക്കണേ. ആ കാണുന്നത് എന്താ മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ സൂര്യകാന്തിപ്പാടം ഇതിനുള്ളിൽ എവിടെയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മലയാളികളുടെ കാറൊക്കെ ഒതുക്കിയിട്ട്, മലയാളികളാണ് കൂടുതൽ കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്, അവരുടെ വണ്ടിയാണ് ഒതുക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റോഡിൽ തന്നെ അവിടെ അങ്ങോട്ട് വിളിച്ച് കയറ്റാൻ വേണ്ടി കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ കയറണ്ട, നേരെ കുറച്ചും കൂടി അങ്ങ് പോയി കാണാമല്ലോ എന്ന് വെച്ചു. അപ്പോൾ ഇവിടെ തന്നെ റോഡിൽ നിറയെ ആളുകൾ നിന്ന് വണ്ടികളൊക്കെ അങ്ങോട്ട് തിരിച്ചു വിടുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ കയറാണ്ട് കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് ഇതുപോലെ നിറയെ സൂര്യകാന്തി പാടങ്ങൾ ഇച്ചിരി ദൂരെ കാണാനായിട്ട് പറ്റി. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒത്തിരി തോട്ടങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെ മലയാളികൾ ഒത്തിരി പേരാണ് ഇത് കാണാനായിട്ട് വരുന്നത്. അവർക്കൊരു പൈസ കിട്ടുന്നൊരു സമയം കൂടിയാണ്. പലതരത്തിലാണ് ഇവർ പൈസ വാങ്ങിക്കുന്നത്. ഒരു വണ്ടിയിൽ വന്ന 4 പേർക്ക് 100 രൂപ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതല്ലാതെ ഓരോരുത്തർക്ക് 100 രൂപ വെച്ച് വാങ്ങിക്കുന്ന സ്ഥലമുണ്ടെന്ന് പറയുന്നു, ഞാൻ കണ്ടില്ല. പിന്നെ 25 രൂപ ഒക്കെ വെച്ചിട്ട് അത് പറഞ്ഞു, 25 രൂപ വെച്ചിട്ടുള്ള ഓരോരുത്തർക്ക് 25 രൂപ വെച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ അങ്ങ് മുന്നോട്ട് പോയി. 2 സൈഡും കാണാൻ തന്നെ നിറയെ കൃഷിയുണ്ട്. വാഴയാണ് കൂടുതൽ കണ്ടത്. പിന്നെ നമ്മൾ നമ്മുടെ ചീര കൃഷി ചെയ്തത് കണ്ടു. അതുപോലെ തന്നെ ചോളം നിറയെ കൃഷി ചെയ്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി കൃഷിയുണ്ട്. ഇത് കണ്ടോ, ആ ദൂരെ കാണുന്നതെല്ലാം തന്നെ സൂര്യകാന്തി പാടങ്ങളാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, അവിടേക്കുള്ള ആളുകൾ പോകുന്നുണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചും കൂടി അങ്ങ് മുന്നോട്ട് പോയി കേട്ടോ. പച്ചമുളക്, ബീട്രൂട്ട്, വെണ്ട, തക്കാളി, അങ്ങനെ ഒത്തിരി കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട് ഇവർ. ഈ വെയിലത്ത് നിന്നാണ് ഇവരങ്ങ് കൃഷി ചെയ്യുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ പാവം തോന്നും. ഇപ്പോൾ കണ്ടല്ലോ, സൂര്യകാന്തി പാടങ്ങളൊക്കെ നിറയെ ഉണ്ട്. അപ്പോൾ നമ്മൾ കയറിയത് ഈ ഒരു പാടത്താണ്, ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന ഈ ഒരു പാടത്താണ്. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ പിന്നെ അങ്ങനെ അധികമൊന്നും കണ്ടില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ ഒതുക്കിയിട്ട് ഇവിടെ കയറാമെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് പോയി, കാണാൻ രസമുള്ളത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് പോയിട്ട് പിന്നെ വണ്ടി ഒന്ന് തിരിച്ച് ഈ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വരെ നമ്മുടെ ഇന്ന് 10 രൂപയെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പല റേറ്റൊക്കെ പറയുന്നെങ്കിൽ നമുക്കിവിടെ ഒരാൾക്ക് 10 രൂപയാണ് വാങ്ങിച്ചിട്ടുള്ളത്. നന്നായിട്ട് കാണാനുണ്ട്, നിറയെ പൂക്കൾ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്, കാണാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇവരിതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്ക് നിൽക്കാം, ഫോട്ടോ എടുക്കാം, ഒരു കുഴപ്പമില്ല. തൊട്ടപ്പുറത്ത് വേറെ കൃഷിയൊക്കെ ഇട്ട്, അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാതിരുന്നാൽ മതി. അപ്പം ചെറുതും വലുതായിട്ടുള്ള നിറച്ചും ചെടികളുണ്ട്, നിറയെ എല്ലാത്തിലും പൂക്കളായിട്ടുണ്ട്. കണ്ടല്ലോ എന്ത് ഭംഗിയാണ് നോക്കൂ, ഇതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയല്ലേ. എൻ്റെ ഭർത്താവ് തളർന്നൊരു സൈഡിൽ ഇരിപ്പായിട്ട്. അപ്പോൾ അതാ കുറേ നേരം നമ്മൾ അവിടെ നിന്നു. പിന്നെ വെയിലായതുകൊണ്ട് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പിന്നെ നമ്മളിങ്ങ് തിരിച്ചു പോന്നു. കണ്ടോ, അത് സൈഡിലൊക്കെ അപ്പുറത്ത് കൃഷിയൊക്കെ നടക്കുകയാണ്. ഇത് അഗസ്ത്യ ചീരയാണെന്ന് തോന്നണേ. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ കണ്ട് തിരിച്ചു പോരുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിറയെ കന്നുകാലികൾ നിറച്ചുകൊണ്ട്, ഇത് ആടാണ്, കറുത്ത കളറിലെ ആടും പ്ലെയിനായിട്ട് നല്ല വെള്ള കളറിലെ ആടുകളും നിറയെ നമ്മൾ കണ്ടു. ഇതിലൊക്കെ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇവരൊക്കെ താഴോട്ട് നോക്കിയാണ് നടക്കുന്നത്, തല ഉയർത്തി നടക്കുന്നേയില്ല. അത് അങ്ങനത്തെ അതിൻ്റെ ഇനം അങ്ങനെയാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആടിനെയും പശുവിനെയൊക്കെ കണ്ട ആൾ കുറച്ച് നേരം നിർത്തി ഒന്ന് നോക്കിയിട്ടൊക്കെ വണ്ടി എടുക്കും. അങ്ങനെ കുറച്ച് നേരം നോക്കി നിന്ന് ഇച്ചിരി ദൂരമാണിത് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും എല്ലായിടത്തും ഇവരിച്ചിരി ഇച്ചിരി കൂടുതലാണ് കേട്ടോ, നമ്മുടെ പോലെ ഒന്നുമല്ല, നന്നായിട്ട് അധ്വാനിക്കുന്നവരാണ്. കണ്ടോ, ഇതൊക്കെ എന്തോ ഫാമാണെന്ന് തോന്നുന്നു, ആടുകളാണ്, നിറയെ ആടുകളാണ്. അപ്പോൾ ഇത് നമ്മുടെ കാറ്റാടി, അതിൻ്റെ ഇടയിൽ കൂടെയാണ് വന്നത്. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതൊന്നും കണ്ടില്ല കേട്ടോ, അത് വേറെ ദൂരമായിട്ടാണ് കണ്ടത്. എന്തോ വഴിയൊന്നും മാറിപ്പോയോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഈ കാറ്റാടി പാടത്തിന് ഇടയിൽ കൂടെയാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നെയാണ് വന്നതും തിരിച്ചു പോകുന്നതും അങ്ങനെ തന്നെയാണ്.
എന്തായാലും ഇതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങണം, നമുക്ക് അവിടെ നമ്മുടെ കാടൊക്കെ ഒന്ന് കടന്ന് വരണ്ടേ. അപ്പോൾ ഇതിനിടയിൽ ചായ കുടിക്കാൻ നിർത്തിയതാണ്. ഇതുപോലെ ചിപ്സൊക്കെ ഒരു നേരിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ചൊക്കെ വാങ്ങി പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ഇറങ്ങുകയാണ്. നമ്മുടെ ആ കാടിനുള്ളിൽ കൂടെയൊക്കെ പെട്ടെന്ന് വരണ സ്ട്രീറ്റ് ലൈറ്റൊന്നുമില്ല, പിന്നെ പേടിക്കാനൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ പോലെ ടൂറിസ്റ്റുകളായിട്ട് ഒത്തിരി പേര് ആ വഴി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇരുട്ടായതുകൊണ്ടേ പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ കാലത്ത് ഭക്ഷണം കഴിച്ച അതേ സ്ഥലത്ത് വന്നിട്ടാണ് നമ്മൾ വൈകുന്നേരം ഫുഡ് കഴിച്ചത്. ഇന്ന് നല്ല തിരക്കായിരുന്നു, കുറച്ച് നേരം ക്യൂ നിന്നിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. അപ്പം നമ്മുടെ കാലത്ത് കണ്ട പക്ഷികളൊക്കെ ഉറക്കത്തിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്, അത്യാവശ്യം ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, വൈകുന്നേരം ആയില്ലേ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള അവിടെയൊക്കെ നിറയെ കുട്ടികളാണ്, നിറയെ വണ്ടികളാണ്, നല്ല തിരക്കാണ് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്